Hey guys, good morning. നല്ല വെയിലുള്ളതുകൊണ്ടാണ് ഗ്ലാസ് വെച്ചത്, അല്ലെങ്കിൽ ഗ്ലാസ് വെക്കില്ലായിരുന്നു. അപ്പം നമ്മുടെ ബാംഗ്ലൂരിലേക്ക് ഒരുപാട് മലയാളികൾ വരുന്നുണ്ട്. മലയാളികൾ മാത്രമല്ല, പുറത്തുള്ള ആളുകളും ബാംഗ്ലൂരിലേക്ക് വരുന്നുണ്ട്. കൂടുതൽ ആൾക്കാരും നമുക്ക് ചോദിക്കുന്നൊരു കാര്യം, നിങ്ങൾ റിയൽ എസ്റ്റേറ്റിൻ്റെ വീഡിയോ ചെയ്തൂടെ, അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റും പരമായിട്ടുള്ള അപ്ഡേറ്റ്സ് തന്നൂടെ എന്നുള്ളതാണ്. കാരണം കൂടുതൽ ആൾക്കാർ ഇവിടെ സ്ഥലം വാങ്ങാൻ നോക്കുന്നുണ്ട്. ബാംഗ്ലൂർ വളരെ ഫാസ്റ്റായിട്ടാണ് നല്ല ഗ്രോ ആയിക്കൊണ്ടിരിക്കുന്നത്. കാരണം റിയൽ എസ്റ്റേറ്റിൻ്റെ കാര്യത്തിൽ ഇപ്പം ഉള്ള സമയം ബെസ്റ്റ് ടൈം തന്നെ പറയാം. അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മൈസൂറിലുള്ളൊരു വീഡിയോ ചെയ്ത സമയത്ത് പല ആൾക്കാരും ചോദിച്ചത്, ഇത് റെറ അപ്രൂവ്ഡ് ആണോ, അല്ലെങ്കിൽ ഇത് എ ഖാത്ത പ്രോപ്പർട്ടിയാണോ. അപ്പം ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ എൻ്റെ കയ്യിലുള്ളത് എ ഖാത്ത പ്രോപ്പർട്ടിയാണ്, റെറ അപ്രൂവ്ഡ് ആണ്. എല്ലാ ഡോക്യുമെൻറ്റ്സും പെർഫെക്റ്റ് ക്ലിയർ ആയിട്ടുള്ള ഒരു 30 ഏക്കർ പ്ലോട്ട് എൻ്റെ കയ്യിലുണ്ട്. ഇതാ ഫുൾ ലേ ഔട്ടാക്കി സെറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം നമ്മളിപ്പോൾ HSR ഒക്കെ കാണുന്ന പോലെ ഇതാ ഇത്രയും വീതിയുള്ള റോഡ്, അതേപോലെ തന്നെ രണ്ട് സൈഡിലും മീൻസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഗവൺമെൻറ് അപ്രൂവലിനനുസരിച്ചുള്ള ഒരു 3 ഫ്ലോറോ 4 ഫ്ലോറോ 2 ഫ്ലോറോ ഉണ്ടാക്കാൻ പറ്റുന്ന സൈറ്റുകളാണ് എൻ്റെ ചുറ്റുമുള്ളത്. ഇത് വരുന്നത് ഇലക്ട്രോണിക് സിറ്റിയിലാണ്. ഇലക്ട്രോണിക് സിറ്റി ഫേസ് 2ഉം ഫേസ് 1ഉം കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണിത്. ജിഗ്നി നിയർ ബൈ ആണ്. അതേപോലെ തന്നെ ഇലക്ട്രോണിക് സിറ്റി ഫേസ് 1 ഫേസ് 2 നിയർ ബൈ ആയിട്ടുള്ള ഒരു അടിപൊളി പ്ലോട്ട് ഏരിയ എന്ന് തന്നെ പറയും. AP ടൗൺഷിപ്പ്. ഞാൻ എന്തായാലും ഇതിൻ്റെ വെബ്സൈറ്റും ലിങ്കും ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത ഒരു വീഡിയോ മൈസൂർ റോഡിൻ്റെ ആയിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യമുള്ളത് ഇലക്ട്രോണിക് സിറ്റിയാണ്. നമുക്കറിയാം, ഇപ്പോൾ ഇലക്ട്രോണിക് സിറ്റിയിലേക്ക് മെട്രോ സ്റ്റാർട്ടാവാൻ ഇനി ഒരു 6 മാസം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെട്രോ ഇലക്ട്രോണിക് സിറ്റി കൂടി സ്റ്റാർട്ടാവും. അപ്പോൾ ഇലക്ട്രോണിക് സിറ്റിയിലും കൂടി മെട്രോ സ്റ്റാർട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടുത്തെ ഏരിയ പിടിച്ചാൽ കിട്ടൂല, അത്രയും റേറ്റ് കൂടും. അപ്പം എന്തായാലും ഈ ഒരു ഏരിയ ഇന്ന് ഞാൻ രാവിലെ ഇങ്ങോട്ട് വന്നതായിരുന്നു. നമ്മളൊരു ഫ്രണ്ടിൻ്റെ ആണ് ഈ ഒരു പ്ലോട്ട് വരുന്നത്. അപ്പം അവരുടേതായിട്ട് തന്നെ ഒരു 30 ഏക്കർ ഉണ്ട്. അപ്പം ഇതിലുള്ള ഓരോ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ ഒരു 1600, 1500, 1350 മുതലാണ് ഓരോ ലേ ഔട്ടിൽ ഓരോ വീടിനുള്ള സ്പേസ് ആയിട്ട് അവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അപ്പം 1350 മുതൽ ഒരു 1650, 1700 സ്ക്വയർ ഫീറ്റ് വരെയാണ് സ്പേസ് ഉള്ളത്. അപ്പം നിങ്ങളിപ്പോൾ ഒരു വീട് അല്ലെങ്കിൽ ഒരു 3 നിലയുള്ളൊരു ഫ്ലാറ്റ് അല്ലെങ്കിൽ വാടക കൊടുക്കാൻ പറ്റുന്നൊരു വീടൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയൊരു ബെസ്റ്റ് സ്പേസാണ് ഇലക്ട്രോണിക് സിറ്റിയിലെ ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത്. ഇപ്പം എന്തായാലും കുറച്ച് സമയം കൊണ്ട് തന്നെ വലിയൊരു ഡെവലപ്മെൻറ്റിലേക്ക് നെക്സ്റ്റ് വരാൻ പോകുന്ന ഒരു ഏരിയ ഭാഗമാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്, ഇലക്ട്രോണിക് സിറ്റീൻ്റെ നിയറായിട്ട്. ഇത് ജിഗ്നി നിയർ ബൈ ആയിട്ടും കൂടിയാണ് ഈ ഒരു സ്പോട്ട് വരുന്നത്. അപ്പം നിങ്ങൾ വീടിന് സ്ഥലം നോക്കുന്നുണ്ടെങ്കിൽ ദ ബെസ്റ്റ് സ്പേസ് ഇപ്പം നിങ്ങൾ എടുക്കാൻ പറ്റുന്നതിൽ ഒരു ബെസ്റ്റ് സ്പോട്ട് ഇലക്ട്രോണിക് സിറ്റി ഭാഗത്താണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ അതിന് പറ്റിയുള്ള ഒരു ബെസ്റ്റ് സ്പോട്ടാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്ന ഈ ഒരു സ്പേസ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും ഇതിനെ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാനുള്ള കാര്യങ്ങൾക്കുള്ള കോൺടാക്റ്റ് നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും വീഡിയോയിലും കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മെയിനായിട്ടുള്ള ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യം, ഇതിന് നിയർ ബൈ ഹോസ്പിറ്റലുണ്ടോ, സ്കൂൾസ് ഉണ്ടോ എന്നുള്ളതാണ്. ഇലക്ട്രോണിക് സിറ്റിയിൽ ഇപ്പം അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഹോസ്പിറ്റൽസ് ഉണ്ട്, സ്കൂൾസ് ഉണ്ട്, കോളേജസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പം IT-യിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ കൂടുതൽ ഇലക്ട്രോണിക് സിറ്റി ഭാഗത്തിനാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പം ആ ഒരു എല്ലാ ഫെസിലിറ്റീസും കാര്യങ്ങളുണ്ട്. പിന്നെ ഇലക്ട്രിസിറ്റി, വാട്ടർ എല്ലാം ഗവൺമെൻറ് അതോറിറ്റി എന്നുള്ള രീതിയിൽ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എ ഖാത്ത പ്രോപ്പർട്ടിയാണ്, റെറ അപ്രൂവ്ഡ് ആണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എല്ലാവരും ചോദിച്ചൊരു കാര്യമാണ്, റെറ അപ്രൂവ്ഡ് ആണോ അല്ലേ എന്നുള്ളതൊക്കെ. അപ്പം ഈ ഒരു പ്രോപ്പർട്ടി എല്ലാം അപ്രൂവ്ഡ് ആണ്. സോ എന്തായാലും നിങ്ങൾ ഇലക്ട്രോണിക് സിറ്റി ഭാഗത്ത് റെറ അപ്രൂവ്ഡ്, അതേപോലെ തന്നെ എ ഖാത്ത പ്രോപ്പർട്ടി ഒരു സ്ഥലം വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മുൻപിൽ 100% റെഡി ആയിരിക്കുകയാണ്. ഇനി വാങ്ങിയാൽ മതി. എന്തായാലും കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ. സോ താങ്ക് യു. അപ്പം ഇന്നത്തെ ഒരു ഡേ റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കാമെന്ന് വെച്ചു. താങ്ക് യു.